ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതാ നമ്മൾ ഇന്ന് കോവയ്ക്കേൻ്റെ മെഴുക്ക് പുരട്ടിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ അതിന് വേണ്ടിയിട്ട് നമ്മൾ കോവയ്ക്കെല്ലാം കഴുകാനായിട്ട് വെള്ളത്തിലോട്ടിട്ട് കേട്ടോ. അപ്പോൾ ഇതാ കോവയ്ക്കെല്ലാം കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ കോവയ്ക്കെല്ലാം കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യാം കേട്ടോ. ആദ്യം നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മളിതാ ഒരു കടായി അടുപ്പത്തോട്ട് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതാ നമ്മൾ വലിയ ഉള്ളിയും കറിവേപ്പിലയും അരിഞ്ഞതിട്ട് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ മൂപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ സവാള എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നടുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പൊടികൾ മൂപ്പിച്ചെടുക്കുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി കുറവാട്ടോ, അപ്പോൾ കുറച്ചും കൂടി ഇട്ടെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ആ പൊടികളെ എല്ലാം സവാളയായിട്ട് നമ്മൾ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ കോവയ്ക്ക നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. കോവയ്ക്ക് എല്ലാം മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളെ ഉള്ളിയായിട്ട് യോജിക്കുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ മസാല ഇതിലേക്ക് സെറ്റായി വരാൻ വേണ്ടിയിട്ട് ഞാനൊരു നുള്ളു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാ ഏകദേശം നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഇത് ഡ്രൈ ആക്കി ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ മൊരിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോഴാട്ടോ കൂടുതൽ ടേസ്റ്റ് കഴിക്കാനായിട്ട്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ.